Dear children, in the last class we discussed about the endocrine gland, pancreas, its hormones and functions. Then here we Discuss about another gland, that is thyroid gland. Okay? എല്ലാവരും സ്ക്രീനിലേക്ക് ഒന്ന് നോക്കിയേ. തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ സ്ഥാനം എവിടെയാണെന്നുള്ളതാണ് കാണിച്ചിട്ടുള്ളത്. നമ്മുടെ കഴുത്തിലാണ് തൈറോയിഡ് ഗ്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. മനസ്സിലായോ? ഈ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലേഷൻ ഓഫ് മെറ്റാബോളിസം ആണ്. അതായത് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന മെറ്റാബോളിക് ആക്ടിവിറ്റീസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് തൈറോയിഡ് ഗ്ലാൻഡാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോഡിയിൽ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ സെല്ലിനകത്തും നടക്കുന്ന ആക്ടിവിറ്റീസാണ് മെറ്റാബോളിക് ആക്ടിവിറ്റീസ്. ആ മെറ്റാബോളിക് ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നത് തൈറോയിഡ് ഗ്ലാൻഡാണ്. ഓക്കെ, അപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. The thyroid gland secretes two hormones, thyroxine and calcitonin. Okay, which are the hormones? Thyroxine and calcitonin. Okay, അപ്പോൾ തൈറോക്സിൻ എന്തിനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യണത് നോക്കാം. അതായത് ഫങ്ഷൻസ് ഓഫ് തൈറോക്സിൻ. ഫസ്റ്റ് വൺ, ഇൻക്രീസസ് എനർജി പ്രൊഡക്ഷൻ. അതായത് എനർജി പ്രൊഡക്ഷന് കൂട്ടാൻ തൈറോക്സിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഫങ്ഷൻ, റേസസ് ദ റേറ്റ് ഓഫ് മെറ്റാബോളിസം. അതായത് മെറ്റാബോളിക് ആക്ടിവിറ്റിയുടെ റേറ്റ് കൂട്ടുന്നുണ്ട്. ആക്സിലറേറ്റ്സ് ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ബ്രെയിൻ ഇൻ ദ ഫീറ്റൽ സ്റ്റേജ് ആൻഡ് ഇൻഫൻസി. അതായത് ഫീറ്റൽ സ്റ്റേജിലും ഇൻഫൻസിയിലും ഒക്കെ ഗ്രോത്ത്, ബ്രെയിനിൻ്റെയൊക്കെ ഗ്രോത്ത് കൂട്ടാനായിട്ട് തൈറോക്സിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് ഫങ്ഷൻ, ഇറ്റ് റെഗുലേറ്റ്സ് ഗ്രോത്ത് ഇൻ ചിൽഡ്രൻ. കുട്ടികളിലെ വളർച്ച റെഗുലേറ്റ് ചെയ്യാനും തൈറോക്സിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് തൈറോക്സിൻ. ഒന്നുകൂടി പറയാം തൈറോക്സിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. ഇൻക്രീസസ് എനർജി പ്രൊഡക്ഷൻ, റേസസ് ദ റേറ്റ് ഓഫ് മെറ്റാബോളിസം, accelerates the growth and development of the brain in the fetal stage and infancy, regulates growth in children. ഓക്കെ, ഈ തൈറോക്സിൻ്റെ ലെവല് കൂടിയാലും കുറഞ്ഞാലും അത് വിവിധ തരത്തിൽ നമ്മുടെ ബോഡിയെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തൈറോക്സിൻ്റെ ലെവല് ഇൻക്രീസ് ആയിക്കഴിഞ്ഞാലും ഡിക്രീസ് ആയിക്കഴിഞ്ഞാലും ഉണ്ടാകുന്ന ഡിസീസസ് ഏതൊക്കെയാണെന്നുള്ളതൊന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. തൈറോക്സിൻ്റെ ലെവല് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ് ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത്. ഹൈപ്പോതൈറോയിഡിസം ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ദ പ്രൊഡക്ഷൻ ഓഫ് തൈറോക്സിൻ ഡിക്രീസസ്. ഇനി തൈറോക്സിൻ്റെ ലെവല് കുട്ടികളിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഡിസീസാണ് ക്രെറ്റിനിസം. The decrease in production of thyroxine during the fetal stage or infancy hinders proper physical and mental development. This condition is called cretinism. അതായത് കുട്ടികളിൽ ഈ തൈറോക്സിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലും മെൻ്റലും ആയിട്ടുള്ള ഡെവലപ്മെൻറ്റൊക്കെ അവിടെ തടസ്സപ്പെടും. ആ ഒരു കണ്ടീഷനെയാണ് ക്രെറ്റിനിസം എന്ന് പറയാം. ഓക്കെ, ഇനി തൈറോക്സിൻ്റെ ലെവല് കുറഞ്ഞു കഴിഞ്ഞാൽ അഡൾട്ട്സിൽ, അതായത് മുതിർന്നവരിൽ ഉണ്ടാകുന്ന ഡിസീസാണ് മിക്സഡിമ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മിക്സഡിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡെഫിഷ്യൻസി ഓഫ് തൈറോക്സിൻ ഇൻ അഡൾട്ട്സ് ലീഡ്സ് ടു എ കണ്ടീഷൻ കോൾഡ് മിക്സഡിമ. അപ്പോൾ മിക്സഡിമ അതായത് നമ്മൾ ഹൈപ്പോതൈറോയിഡ്സ് എന്താന്ന് പറഞ്ഞു, ഇറ്റ് ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ദ പ്രൊഡക്ഷൻ ഓഫ് തൈറോക്സിൻ ഡിക്രീസസ്. മിക്സഡിമ അത് തന്നെയാണ് അല്ലേ. ദ ഡെഫിഷ്യൻസി ഓഫ് തൈറോക്സിൻ ഇൻ അഡൾട്ട്സ് ലീഡ്സ് ടു എ കണ്ടീഷൻ കോൾഡ് മിക്സഡിമ. ഇനി അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്നുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെ സിംറ്റംസ് ചോദിച്ചു കഴിഞ്ഞാലും മിക്സഡിമയുടെ സിംറ്റംസ് ചോദിച്ചു കഴിഞ്ഞാലും സെയിം തന്നെയാണ്.
ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ലോ മെറ്റാബോളിക് റേറ്റ് കുറയും, സ്ലഗ്ഗിഷ്നെസ്, ഇൻക്രീസ് ഇൻ ബോഡി വെയ്റ്റ്, ഹൈപ്പർ ടെൻഷൻ, ഇൻഫ്ലമേഷൻ ഇൻ ബോഡി ടിഷ്യൂസ്. ദീസ് ആർ ദ മേജർ സിംറ്റംസ് ഓഫ് മിക്സഡിമ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് സിംറ്റംസ്? ലോ മെറ്റാബോളിക് റേറ്റ്, സ്ലഗ്ഗിഷ്നെസ്, increase in body weight, hypertension, inflammation in body tissues. These are the major symptoms of myxedema or hypothyroidism. Okay. Sluggishness എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അലസത. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. തൈറോക്സിൻ്റെ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കണ്ടീഷൻസാണ് ഏതൊക്കെ? ഹൈപ്പോതൈറോയിഡിസം, ക്രിറ്റനിസം ആൻഡ് മിക്സഡിമ. ഇനി തൈറോക്സിൻ്റെ ലെവൽ കൂടിയാൽ ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ് ഹൈപ്പോതൈറോയിഡിസം. ഇറ്റ് ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ഓൾ ലൈഫ് ആക്ടിവിറ്റീസ് കൺട്രോൾഡ് ബൈ തൈറോക്സിൻ ആക്സിലറേറ്റ് ഡ്യൂ ടു ദ കണ്ടിന്യൂസ് ആൻഡ് എക്സസീവ് പ്രൊഡക്ഷൻ ഓഫ് തൈറോക്സിൻ. അതായത് തൈറോക്സിൻ്റെ എക്സസീവ് പ്രൊഡക്ഷൻ മൂലം ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഹൈപ്പോതൈറോയിഡിസം ഓർ മിക്സഡിമയുടെ സിംറ്റംസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ നമുക്ക് ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ സിംറ്റംസ് ഏതൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം. ഹൈ മെറ്റാബോളിക് റേറ്റ്, റൈസ് ഇൻ ബോഡി ടെമ്പറേച്ചർ, എക്സസീവ് സ്വെറ്റിംഗ്, ഇൻക്രീസ്ഡ് ഹാർട്ട് ബീറ്റ്, വെയ്റ്റ് ലോസ്, ഇമോഷണൽ ഇംബാലൻസ്. ദീസ് ആർ ദ മേജർ സിംറ്റംസ് ഓഫ് ഹൈപ്പർതൈറോയിഡിസം. ഓക്കെ, ഹൈ മെറ്റാബോളിക് റേറ്റ് ഹൈ ആവും, അതായത് തൈറോക്സിൻ്റെ ലെവൽ കൂടിക്കഴിഞ്ഞാൽ. റൈസ് ഇൻ ബോഡി ടെമ്പറേച്ചർ കൂടും, സ്വെറ്റിങ് കൂടുതലായിട്ടുണ്ടാവും, ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യും, നമ്മുടെ ബോഡി വെയ്റ്റ് കുറയും, ഇമോഷണൽ ഇംബാലൻസ്, അതായത് മാനസികമായിട്ട് ഉള്ള ഒരു പ്രശ്നങ്ങളും ഏത് മൂലം ഉണ്ടാവും? ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ സിംറ്റംസ് ആയിട്ട് കണ്ടുവരും. ഓക്കെ, അപ്പോൾ തൈറോക്സിൻ്റെ ലെവല് കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഡിസീസാണ് ഇതൊക്കെ? ഹൈപ്പോ തൈറോയിഡിസം, ഇൻഫൻസിയിൽ ഉണ്ടാവുന്ന ക്രിട്ടണിസം, അഡൾട്ട്സിൽ ഉണ്ടാവുന്ന മിക്സഡിമ. അതിൻ്റെ സിംറ്റംസും നമ്മൾ പറഞ്ഞു. ഇനി തൈറോക്സിൻ്റെ ലെവൽ കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കണ്ടീഷനാണ് ഹൈപ്പർ തൈറോയിഡിസം. ഓക്കെ, ഇനി തൈറോക്സിൻ്റെ ലെവൽ കുറഞ്ഞാലുള്ള ഒരു ഡിസീസ് നിങ്ങൾ മുന്നേ പഠിച്ചതാണ്, ഒരു ഡെഫിഷ്യൻസി ഡിസീസാണത്. ഏതാണെന്നറിയോ? ഗോയിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ തൈറോക്സിൻ്റെ പ്രൊഡക്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ അയഡിൻ ആവശ്യമാണ്. അയഡിനിൽ നിന്നേ തൈറോക്സിൻ്റെ പ്രൊഡക്ഷന് നടക്കുകയുള്ളൂ. അപ്പോൾ അയഡിൻ കുറഞ്ഞു കഴിഞ്ഞാൽ തൈറോക്സിൻ്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും? അവിടെ ബ്ലോക്കാവും. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ തൈറോയിഡ് ഗ്ലാൻഡ് തൈറോക്സിനെ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി തൈറോയിഡ് ഗ്ലാൻഡ് എൻലാർജ് ചെയ്യും. ആ ഒരു കണ്ടീഷനാണ് ഗോയിറ്റർ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഗോയിറ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് ആ പിക്ചറിൽ നിങ്ങൾ കാണുന്നുണ്ട്, ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അയഡിൻ ഈസ് എസെൻഷ്യൽ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് തൈറോക്സിൻ. The production of thyroxine is blocked in the absence of iodine. In an attempt to produce more thyroxine, the thyroid gland enlarges. This condition is called goiter. Okay? അപ്പോൾ നോക്കി വെക്കോ, ഈ ഗോയിറ്റർ വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അപ്പോൾ അയഡിനിൽ നിന്നാണ് തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യണത് അല്ലേ? അപ്പോൾ അയഡിൻ അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ ധാരാളം കഴിച്ചു കഴിഞ്ഞാൽ തൈറോക്സിന് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അയഡിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ്. സോൾട്ടിൽ അയഡിൻ ധാരാളം അടങ്ങിയിട്ടുണ്ട്. പിന്നെ കടൽ മത്സ്യങ്ങളിലും
ധാരാളം അയഡിൻ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അയഡിൻ കൂടുതലായിട്ട്, അയഡിൻ കണ്ടൻറ്റ് കൂടുതലുള്ള ഫുഡ് ധാരാളം കഴിച്ചു കഴിഞ്ഞാൽ ഗോയിറ്റർ തടയാനായിട്ട് സാധിക്കും. ഓക്കെ, തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന 2 ഹോർമോൺസ് ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? തൈറോക്സിൻ മാത്രമല്ല, കാൽസിറ്റോണിനും ഉണ്ട്. കാൽസിറ്റോണിൻ കാൽഷ്യം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനാണ് കാൽസിറ്റോണിൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമ്മുടെ ബോഡിയിലെ നമ്മുടെ ബ്ലഡിലുള്ള കാൽഷ്യം ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 to 11 mg/100 ml. ഓക്കെ, അപ്പോൾ 9 to 11 മില്ലിഗ്രാമിൽ നിന്ന് കൂടുകയോ കുറയുകയോ ചെയ്യണില്ല. അതായത് കൂടാതെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കാൽസിറ്റോണിനാണ്. തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന കാൽസിറ്റോണിനാണ് ബ്ലഡിലെ കാൽഷ്യം ലെവൽ കൂടാതെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ബ്ലഡിൽ കാൽഷ്യം ലെവൽ ഈ ഒരു നോർമൽ ലെവലിൽ നിന്ന് കൂടിക്കഴിഞ്ഞാൽ തൈറോയിഡ് ഗ്ലാൻഡ് കാൽസിറ്റോണിൻ എന്ന ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യും. അപ്പോൾ കാൽസിറ്റോണിൻ അവിടെ എന്താ ചെയ്യേണ്ടത്? ആ കൂടിയ ലെവല്, കൂടിയ ആ ഒരു അളവുണ്ടല്ലോ, അതിനെ കുറച്ച് നോർമലിലേക്ക് കൊണ്ടുവരണം അല്ലേ? അപ്പോൾ കാൽഷ്യം ലെവൽ കൂടിക്കഴിഞ്ഞാൽ അതിനെ കുറച്ച് നോർമലിലേക്ക് എത്തിക്കാൻ വേണ്ടി കാൽസിറ്റോണിൻ ചെയ്യുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ, ഇറ്റ് പ്രിവെൻറ്റ്സ് ദ പ്രോസസ് ഓഫ് മിക്സിംഗ് ഓഫ് കാൽഷ്യം ഫ്രം ബോൺസ് ടു ബ്ലഡ്. അതായത് ബോണിൽ നിന്ന് ബ്ലഡിലേക്ക് കാൽഷ്യം വരുന്ന ആ ഒരു പ്രോസസ്സ് അവിടെ പ്രിവെൻറ്റ് ചെയ്യും. ആര്? കാൽസിറ്റോണിൻ. പിന്നെ സെക്കൻഡ് ഫങ്ഷൻ, ഇറ്റ് സ്റ്റോഴ്സ് ദ എക്സസ് കാൽഷ്യം ഫ്രം ബ്ലഡ് ടു ബോൺസ്. അതായത് എക്സസ് കാൽസ്യം അതായത് ബ്ലഡിലുള്ള എക്സസ് കാൽസ്യം ബോണിൽ കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ 2 ഫങ്ഷനിലൂടെ കൂടിയ ലെവലിനെ കുറച്ച് നോർമലിലേക്ക് എത്തിക്കാനായിട്ട് കാൽസിറ്റോണിന് സാധിക്കും. ശ്രദ്ധിക്കൂ, വാട്ട് ഹാപ്പൻസ് ഇഫ് ദർ ഇസ് എ ഇൻക്രീസ് ഇൻ ദ ലെവൽ ഓഫ് കാൽഷ്യം ഇൻ ബ്ലഡ്. അതായത് കാൽഷ്യം ലെവൽ ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ്സ് ദ ഹോർമോൺ കാൽസിറ്റോണിൻ ആൻഡ് ഇറ്റ് prevents the process of mixing of calcium from bones to blood and stores the excess calcium from blood to bones. Okay, നോക്കൂ, ബ്ലഡിലെ കാൽഷ്യം ലെവൽ നോർമൽ ലെവലിൽ നിന്നും ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലാണ് തൈറോയിഡ് ഗ്ലാൻഡ് കാൽസിറ്റോണിൻ എന്ന ഹോർമോണിനെ സെക്രീറ്റ് ചെയ്ത് അവ നടക്കുന്ന ഫങ്ഷനിലൂടെ അത് ഡിക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി ബ്ലഡിലെ കാൽഷ്യം ലെവൽ നോർമൽ ലെവലിൽ നിന്നും ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാലോ, കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവിടെ ഏത് ഹോർമോണാണ് പ്രവർത്തിക്കുക എന്നറിയോ? അതായത് തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ തൊട്ടു പിന്നിലായി കാണപ്പെടുന്ന ഒരു ഗ്ലാൻഡാണ് പാരാതൈറോയിഡ് ഗ്ലാൻഡ്. ആ പാരാതൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് പാരാതെർമോൺ. ഈ പാരാതെർമോണും കാൽഷ്യം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ കാൽഷ്യം ലെവൽ എത്രയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ, 9 to 11 മില്ലിഗ്രാം. ആ ഒരു ലെവലിൽ നിന്ന് കുറഞ്ഞു കഴിഞ്ഞാലാണ് പാരാതൈറോയിഡ് ഗ്ലാൻഡ് പാരാതെർമോൺ എന്ന ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പാരാതെർമോൺ എന്താ ചെയ്യാന്നറിയോ? അവിടെ ബ്ലഡിൽ ആ കുറഞ്ഞ കാൽഷ്യം ലെവലിനെ കൂട്ടി നോർമലിലേക്ക് എത്തിക്കാൻ വേണ്ടി പാരാതെർമോണ് കൂടുതൽ കാൽഷ്യത്തെ കിഡ്നിയിൽ നിന്നും റീഅബ്സോർബ് ചെയ്യും. പിന്നെ ബോണിൽ പോയി കാൽഷ്യം സ്റ്റോർ ചെയ്യണ ആ ഒരു പ്രോസസ്സ് അവിടെ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യും, തടയുകയും ചെയ്യും. അപ്പോൾ ഈ 2 ആക്ടിവിറ്റീസിലൂടെ ആ കുറഞ്ഞ ലെവലിനെ കൂട്ടി നോർമലിലേക്ക് എത്തിക്കാനായിട്ട് പാരാതൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന പാരാതെർമോണിന് സാധിക്കും. വെൻ ദ ലെവൽ ഓഫ് കാൽഷ്യം ഇൻ blood decreases, the parathyroid gland secretes the hormone parathermon and it raises the level of calcium in blood. Okay, what are the actions of parathermon?
Yes, it reabsorbs calcium from kidneys to blood and it prevents the storage of calcium in bones. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവല് കൂടിക്കഴിഞ്ഞാലും കുറഞ്ഞു കഴിഞ്ഞാലും അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് നോർമൽ ലെവലിലേക്ക് എത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന 2 ഹോർമോൺസ് ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചു അല്ലേ? ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗോൺ. അതേപോലെ ബ്ലഡിലെ കാൽഷ്യം ലെവല് കൂടിയാലും കുറഞ്ഞു കഴിഞ്ഞാലും അത് മെയിൻറ്റെയിൻ ചെയ്ത് നോർമൽ ലെവലിലേക്ക് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന 2 ഹോർമോൺസാണ് കാൽസിറ്റോണിൻ ആൻഡ് പാരാതെർമോൺ. നേരത്തെ ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻഡ് സെയിം ഗ്ലാൻഡായിരുന്നു അല്ലേ? പാൻക്രിയാസ് ആയിരുന്നു. ഇവിടെ കാൽഷ്യം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന 2 ഹോർമോൺസിനെ 2 ഡിഫറെൻറ്റ് ഗ്ലാൻഡ്സ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, കാൽസിറ്റോണിൻ തൈറോയിഡ് ഗ്ലാൻഡും പാരാതൈറോയിഡ് ഗ്ലാൻഡാണ് പാരാതെർമോണിനെ സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. ദ ആക്ഷൻ ഓഫ് പാരാതെർമോൺ ആൻഡ് കാൽസിറ്റോണിൻ ഈസ് ആൻറ്റാഗണിസ്റ്റിക്, അതായത് ഓപ്പോസിറ്റായിട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളാണെന്ന്. ഓക്കെ, ഇനി നമുക്ക് ഇന്ന് എടുത്ത ഭാഗങ്ങളിലെ നോട്ട്സ് എഴുതാനുള്ളത് ഏതൊക്കെയാണെന്നുള്ളത് ടീച്ചർ പറഞ്ഞു തരാം. പേജ് നമ്പർ 45 ഇൻഡിക്കേറ്റേഴ്സും അതിൻ്റെ ആൻസേഴ്സും എഴുതുക. ദ ഇമ്പോർട്ടൻസ് ഓഫ് തൈറോക്സിൻ ഇൻ കൺട്രോളിങ് ലൈഫ് ആക്ടിവിറ്റീസ്, അത് തൈറോക്സിൻ്റെ ഫങ്ഷൻസ് ആണ് എഴുതേണ്ടത് അതിൻ്റെ ആൻസർ. സെക്കൻഡ് വൺ, ദ പ്രോബ്ലംസ് കോസ്ഡ് ബൈ എക്സസീവ് പ്രൊഡക്ഷൻ ഓഫ് തൈറോക്സിൻ, തൈറോക്സിൻ്റെ പ്രൊഡക്ഷൻ കൂടി കഴിഞ്ഞാലുണ്ടാകുന്ന പ്രോബ്ലംസ് എന്താണ്, ഏതാണ് ആ ഡിസീസ് എന്നുള്ളത് എഴുതുക. പിന്നെ ദ ഡിസബിലിറ്റീസ് ഡ്യൂ ടു തൈറോക്സിൻ ഡെഫിഷ്യൻസി, അതായത് തൈറോക്സിൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഡെഫിഷ്യൻസീസ് ഏതൊക്കെയാണെന്നുള്ളത് എഴുതുക. ഡിസീസ് എഴുതുമ്പോൾ ഡിസീസ് അതിൻ്റെ കോസും എഴുതണം, അതിൻ്റെ സിംറ്റംസും എഴുതണം. ഓക്കെ, ദ റിലേഷൻ ബിറ്റ്വീൻ അയഡിൻ ആൻഡ് തൈറോയിഡ് ഗ്ലാൻഡ്, അതായത് തൈറോയിഡ് ഗ്ലാൻഡും അയഡിനും തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്ത് ഇരിക്കുന്നത് എന്നുള്ളത് ഇത് എഴുതേണ്ടത്. ഓക്കെ, പിന്നെ അപ്പോൾ ഇത്രയും നോട്ട്സ് എഴുതാം. ഓക്കെ.